ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ അതായത് രാവിലെ തന്നെ ഉപ്പൻ്റെ അപ്പുറം ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നീച്ച പടഞ്ഞ പോവാണ്. അങ്ങനെ ഞാൻ പിന്നെ വീട്ടിലെത്തി. കാൽച്ചായൻ്റെ മുന്നേ പുഡിങ്ങൊക്കെ തിന്ന് പിന്നെ ചായ കുടിച്ച് പത്തിരിയൊക്കെ തിന്ന് എന്നാണെങ്കിൽ തിരക്കിട്ട ദിവസമായിരുന്നു. നമുക്ക് 240 നെയിൽക്കോണിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഓരോന്ന് സെറ്റാക്കിയേനു. നമ്മൾ നെയിൽക്കോണിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു നോമ്പിൻ്റെ ഒക്കെ ടൈമിലാണ് തുടങ്ങിയത്, ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത്. അപ്പോൾ 240 നെയിൽക്കോണിന് എത്ര മെഷർമെൻറ്റ് തന്നെ കറക്റ്റ് അറിയില്ലേനു. എന്നുവെച്ചാൽ എത്ര ചായപ്പൊടി വാങ്ങണം അങ്ങനെയൊക്കെ. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ 4 കിലോ ചായപ്പൊടി വാങ്ങിക്കണം. പഞ്ചസാരയും അങ്ങനെയൊക്കെ എല്ലാം സെറ്റാക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. എന്നാണെങ്കിൽ ബുധനാഴ്ച ഇത് കൊടുക്കണം, തിങ്കളാഴ്ച നമുക്കൊരു 1 ഡേ ട്രിപ്പ് ഉണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ഇത് സെറ്റാക്കണമല്ലോ. ഇതാണെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണല്ലോ, ലിക്വിഡ് കുറച്ചല്ലേ കിട്ടുള്ളൂ. അങ്ങനെ അമ്മയും അനിയത്തിയും അതിലേക്ക് വേണ്ടി നിന്ന് അടുപ്പിൻ്റെ പണി. ഞാൻ പിന്നെ മിക്സാക്കി കൊടുത്ത് ഫുൾ സെറ്റാക്കി കൊടുത്ത് പിന്നെ ഞാൻ ചോറുണ്ണാൻ വേണ്ടി നിന്ന്. അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ചെറിയ ചെറിയ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ രണ്ടാളും മക്കളും ഉണ്ടല്ലോ, മക്കൾ ഞാൻ നോക്കണം, അമ്മ നോക്കൂ, ഞാൻ ചോറുന്നുമ്പോൾ അങ്ങനെ. പിന്നെ അനിയത്തിയാണ് തീൻ്റെ അവിടെയുള്ള പരിപാടി. എനിക്ക് തീൻ്റെതൊക്കെ പേടിയാണ്. അപ്പം നമുക്കന്ന് നെയ്ച്ചോറായിരുന്നു രാവിലെ. പിന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കിക്കൊണ്ട് ആ കറി മതിയല്ലോ. പിന്നെ വെണ്ട മുളകിട്ടും ചെയ്ത് ചിക്കൻ പൊരിച്ചും ചെയ്തു. ഞാൻ പിന്നെ ബീഫ് കൂട്ടൂല, അപ്പോൾ പിന്നെ ഉമ്മയ്ക്ക് ചിക്കൻ പൊരിച്ച് തന്നു. അങ്ങനെ പിന്നെ ഞാൻ ഷീറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി നിന്ന്. അത് കട്ട് ചെയ്ത് വെച്ചാൽ ഇതൊന്നും വലിയ റിസ്ക് ഉള്ള പണിയല്ല, ലിക്വിഡ് ഉണ്ടാവാനാണ്. ലിക്വിഡാക്കി ഇരുമ്പല്ലേ ഉണ്ടാവുള്ളൂ. 240 കോണിലേക്ക് വേണ്ടേ. അങ്ങനെ 2 ദിവസം കൂടെ എടുത്തേക്കാണ് ലിക്വിഡൊക്കെ ഉണ്ടാക്കി കഴിയാൻ. പിന്നെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നിന്ന്. കോണ് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ കോൺ ഉണ്ടാക്കുമല്ലോ, ഷീറ്റ് കട്ട് ചെയ്താലേ ഫ്രീ കിട്ടുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമല്ലോ. എന്നിട്ട് ഇതെല്ലാം പാടിയും അത് ഉണ്ടാക്കി കഴിഞ്ഞ് 8 ആഴ്ച നടക്കൂലല്ലോ. നമുക്കന്ന് ട്രിപ്പിൻ്റെ പ്ലാനും ഉണ്ട്. നമ്മൾ വയനാട്ടിലേക്കൊക്കെ 1 ഡേ ട്രിപ്പ് അടിക്കാൻ വിചാരിച്ചു. എൻ്റെ അമ്മേൻ്റെ ഫാമിലീൻ്റെ ഒപ്പം അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം പാടിയും നടക്കൂലല്ലോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ വയ്യായും ജലദോഷവും നല്ല ചുമയും അങ്ങനെയായിട്ട് മക്കൾക്കും. പിന്നെ മുന്നേ പ്ലാൻ ഇട്ടതല്ലേ. എനിക്ക് പിന്നെ ഇവിടെ എന്തെങ്കിലും പോക്കുണ്ടെങ്കിൽ അന്ന് എനിക്ക് പിന്നെ വയ്യായി ഉണ്ടാവും. അതെന്താണ് അങ്ങനെ അറിയില്ല, ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഞാൻ ആ ഷീറ്റൊക്കെ കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെച്ച്. ഇത് നമുക്ക് തികഞ്ഞിട്ടില്ലേനു, നമ്മളെടുത്ത് കുറച്ചും കൂടി ഉണ്ടേനു, അതും ഇതായില്ല. പിന്നെയും വേറെ വാങ്ങി പിറ്റേന്ന് പോയിട്ട്. പിന്നെ ഞാൻ കോൺ ഉണ്ടാക്കുകയാണ്. ഇത് ഞാൻ കുറേ മുന്നേ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഹെന്ന ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും ഇത് എവിടെ നിന്നാണ് കിട്ടുക, ഷീറ്റ് കിട്ടുക അങ്ങനെ ഒന്നും അറിയില്ലേനു. ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാളടുപ്പിച്ചിട്ട് ഓർഗാനിക്കൊക്കെ തുടങ്ങണം വിചാരിക്കുന്നുണ്ട്. അന്ന് ചെറിയ പെരുന്നാളിൻ്റെ ടൈമിൽ കുറേ ആൾക്കാർ ഓർഗാനിക്കിൻ്റെ ഒക്കെ ചോദിച്ചിരുന്നു. അപ്പം അതിൻ്റെ പൗഡർ വാങ്ങിയിട്ട് മിക്സ് ആക്കണമൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പഠിച്ചോണ്ട് എത്തിക്കട്ടെ. അപ്പം ഞാൻ ഇത് കോൺ ഉണ്ടാക്കുക എങ്ങനെയാണ് ഷീറ്റ് കൊണ്ട് അങ്ങനെയൊന്നും വലിയ എയിമില്ലേനു. പിന്നെ ഇപ്പോഴാണ് മനസ്സിലായത് ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ. മറ്റേ അന്നിങ്ങനെ ഫോണിൽ കാണുമ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുക അങ്ങനെ ഒന്നും അറിയില്ലേനല്ലോ. ഇപ്പോൾ പിന്നെ കോണൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് പഴം വാട്ടിയതും ഉള്ളിവടിയും പിന്നെ ഇതിനിവിടെ അണ്ണാച്ചി നുറുക്കുന്ന പറയാം, എന്താ എനിക്ക് അങ്ങനെ പറയുന്നത് അറിയില്ല. അങ്ങനെ ഞാൻ പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നിന്ന് ലിക്വിഡ് മന്താക്കി വെച്ചാൾ മറ്റേതെല്ലും പാടി ആക്കാൻ വേണ്ടി കാത്തിക്കണ്ട. തട്ടി ചിന്തിയെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് കിട്ടണതല്ലേ ഇതിൻ്റെ വെള്ളം. അങ്ങനെ പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി നിന്ന് മൈദ ഇട്ടിട്ട് കുറച്ച് കോണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. മറ്റേ എല്ലും പാടി ഒപ്പരാക്കായിരിക്കുമ്പോൾ കുട്ടികളുള്ളതല്ലേ, അതിട്ട് അതിൻ്റെ മേലെ കയറിയിട്ടിട്ട് ചിന്തിയുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് തീയിലും വെയിലും കൊണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ നമുക്കിതാ ഈ ലിക്വിഡ് 4 കോണിലേക്ക് കിട്ടി. ഇത് ചെറിയ 4 ഇതിലേക്ക് എന്താ പറയുക പൈപ്പിംഗ് ബാഗിലേക്ക്. ഇത് ചെറുതാട്ടോ. പിന്നെയൊക്കെ സെറ്റാക്കി അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി നിന്ന്. ഇത് മിക്സ് ചെയ്ത് കൈയൊക്കെ ചുവപ്പ് കളറായിക്കണേ. അങ്ങനെ ഓരോന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നിന്ന്. പിന്നെ അത്ര വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ രാവിലത്തെ ഷോട്ടാണ്, ഇതൊക്കെ വിട്ട് വെച്ചതാണ്. മറ്റേ കുറച്ച് ഇങ്ങനെ ആവല്ലോ,
പിന്നെ ചൊവ്വാഴ്ചയാണ് ഞാൻ പാർക്കാൻ പോയ വീഡിയോ ആണിത്. അവിടുന്ന് ഞാൻ വ്ലോഗൊക്കെ എടുക്കണം വിചാരിച്ചിന് കേട്ടോ. അങ്ങനെയാണ് ഞാൻ എണീച്ച് വരുമ്പം സ്റ്റെപ്പ് ഇറങ്ങുന്ന വീഡിയോ അങ്ങനെയൊക്കെയാണ് എടുത്ത്. പക്ഷേ 10 മണിക്ക് കറണ്ട് പോയിട്ട് അവിടെ വന്നത് എപ്പോഴാണ് അറിയും? നമ്മൾ പോകാൻ നേരത്ത്. നമ്മളെങ്ങനെ പോയത് ചൊവ്വാഴ്ചൻ്റെ അന്ന് രാത്രി പോയിട്ട് ബുധനാഴ്ചൻ്റെ അന്ന് വരുന്നത്. അങ്ങനെ കേട്ടോ, ഒരു ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തി. പിന്നെ അന്ന് രാത്രിത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലേനു. രാവിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇതാ താഴത്തെത്തി. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ അടിക്കണ മുന്നേക്ക് കരണ്ടും പോയിട്ട് ഇതാ ഈ സമയത്തൊക്കെ കരണ്ട് പോയിക്കണ്. കുട്ടീനെ ഇങ്ങനെ ആട്ടിയിരിക്കുകയാണ്. അവന് ഉറങ്ങണമില്ല എന്തോ. രാത്രി പിന്നെ അങ്ങനെയൊക്കെ വേഗം ഉറങ്ങിയിരിക്കണ്. നമുക്ക് ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ അവിടെ തുടങ്ങിയിരിക്കണം. എന്നാണ് നെയ്ച്ചോറ് ഇസ്റ്റക്കാണ്. ഇസ്റ്റൊക്കെ ഇങ്ങനെ അപ്പുറത്തെ കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് അടിച്ചു കൊണ്ടുവന്നത്. കാരണം ഇവിടെ കരണ്ട് പോയിട്ട് എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് ആ ഭാഗത്ത്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള ഭാഗം അത്. അന്ന് എനിക്കൊരു ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, പെട്ടെന്ന് കിട്ടിയതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ മൂത്താപ്പൊക്കെ സുഖമില്ലായിട്ട് അപ്പോൾ അവിടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മളൊക്കെ അങ്ങോട്ട് പോവാണ് ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലേനു. ഉമ്മയൊക്കെ പോയിനു, നമുക്ക് പോകാൻ പറ്റിയില്ലേനു. അവന് വീട്ടിലേക്ക് പോയരിച്ച്. അപ്പോൾ വീട്ടിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ ഇതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നടക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ വീഡിയോ എടുത്തതാണ്. അവിടെ എത്തിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, വർത്താനം പറഞ്ഞിരുന്നിട്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഉടനെ സാധനമൊക്കെ എടുത്തൊക്കെ രാത്രി എനിക്ക് നാളെ സാമ്പാറൊക്കെ ആക്കല് വിചാരിച്ച്. ക്യാരറ്റൊക്കെ കണ്ടപ്പോൾ പിന്നെ മക്കൾക്ക് കക്കിരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇപ്പോൾ കൊണ്ടുവന്ന ഓരോന്നും വേറെ വേറെ ആക്കിയേക്കാണ്. ഞാൻ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ട് ട്രിപ്പ് പോണ വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ട്. പിന്നെ മോനും വെച്ചിട്ടൊന്നും എടുക്കാൻ പറ്റണില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഫോട്ടോ എടുക്കണം അങ്ങനെ ആക്കണം, ഫുള്ള് പ്ലാനിങ് ആയിരിക്കും. പക്ഷെ അവിടെ എത്തിയാലും ഒന്നും നടക്കില്ല. ഒരു നല്ലൊരു ഫാമിലി ഫോട്ടോ വരെ കിട്ടിയിട്ടില്ല. മോനെ ആ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഓനൊന്നും വരുന്നുണ്ടായില്ല ഫോട്ടോ എടുക്കാൻ. ഓരൊക്കെ അവിടെ മങ്കിനെ കണ്ടിട്ട് മങ്കിനെ നോക്കിയിട്ട് മറ്റേ നോക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോക്ക് ഒന്നും വരുന്നില്ല. അതൊക്കെ വ്ളോഗാക്കി ഇടാൻ വിചാരിച്ചിട്ട് നടക്കണ്ടേ, നടന്നില്ല അതൊന്നും. അപ്പം ഞാനിപ്പോൾ എടുത്തച്ച വീഡിയോ വെറുതെ ഏതൊന്നും ഡിലീറ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് അതെല്ലാം പാടി മിക്സ് ആക്കിയിട്ടൊരു വ്ളോഗാക്കാൻ വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.